2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ എന്ത് തരം അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത്, ആരാണ് വിജയിക്കാൻ പോകുന്നത്, ഭരണം അട്ടിമറിക്കപ്പെടുമോ അതോ തുടർഭരണം ഉണ്ടാകുമോ, മൂന്നാം മുന്നണി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു തെരഞ്ഞെടുപ്പ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും? വളരെ വലിയ തോതിൽ തന്നെയുള്ള കണക്കുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും എന്ത് മാറ്റങ്ങളാണ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമേ എടുത്ത് പറയാനുള്ളത്, സി വോട്ടറിൻ്റെ ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടക്കുമെന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അതായത് കേരളത്തിൽ ഈ പറയുന്ന തോതിൽ ഒരു UDF മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ ഈ ഇടക്കാലത്ത് വന്ന ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ LDFന് തിരിച്ചടി ലഭിക്കുമെന്ന് തന്നെയായിരുന്നു സി വോട്ടർ സർവേ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കും നേട്ടമുണ്ടാകുമെന്ന് സി വോട്ടർ സർവേ പറഞ്ഞിരുന്നു. അതായത് സീറ്റുകൾ കേരളത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നില ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതും LDFന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ആ ഒരു കണക്കിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട്, പോൾ ട്രാക്കറിൻ്റെ ഒരു സർവേ റിസൾട്ട് ഏറ്റവും പുതിയതായിട്ട്, അതായത് ഈ മാസം ഫെബ്രുവരി മാസം 2026 പുറത്തിറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവരുടെ കണക്കുകൾ പ്രകാരം നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടുമെന്നാണ് പോൾ ട്രാക്കർ സർവേ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത്. പോൾ ട്രാക്കർ സർവേയുടെ ഒരു കണക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം LDF നേടുന്ന സീറ്റുകൾ 46 സീറ്റുകളാണ് പോൾ ട്രാക്കർ കൊടുത്തിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം LDFൻ്റെ സീറ്റുകളെന്ന് പറയുന്നത്. INC പ്ലസ് കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകൾ 93 സീറ്റുകളോളം കോൺഗ്രസിന് നൽകുന്നുണ്ട് പോൾ ട്രാക്കർ സർവേ. എന്നാൽ BJPക്ക് നൽകുന്നത് ഒരു സീറ്റാണ്. അക്കൗണ്ട് തുറക്കും ഒരു സീറ്റാണ് BJPക്ക് പോൾ ട്രാക്കർ നൽകുന്ന സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ CPIMന് 46 സീറ്റുകളും INCക്ക് 93 സീറ്റുകളും BJP പ്ലസിന് ഒരു സീറ്റുമാണ് പോൾ ട്രാക്കർ നൽകുന്ന സർവേ റിസൾട്ട് പ്രകാരമുള്ള കണക്കെന്ന് പറയുന്നത്. ഇത് ഫെബ്രുവരി മാസം, അതായത് ഈ അടുത്ത് ഇറക്കിയ സർവേ റിസൾട്ടുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ CPIM, അതായത് LDFന് ലഭിക്കുന്ന വോട്ട് ശതമാനം 38%, INCക്ക് 45%, BJPക്ക് 15% വോട്ടുകളെന്നാണ് ഈ കൊടുത്തിരിക്കുന്ന സർവേ റിസൾട്ട്, പോൾ ട്രാക്കറിൻ്റെ സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയൊരു അട്ടിമറി നടക്കുമെന്നാണ് പോൾ ട്രാക്കർ വിശദമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് INC പ്രതീക്ഷിക്കുന്ന തോതിലുള്ള വിജയം 100-ലെത്തിയില്ലെങ്കിൽ പോലും 93 സീറ്റുകൾ പോൾ ട്രാക്കർ കൊടുക്കുന്നു. എന്നാൽ LDFന് തിരിച്ചടി 50 പോലും തൊടില്ല, 46 സീറ്റുകൾ എന്നുള്ളത് പോൾ ട്രാക്കർ കൊടുക്കുന്നു. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമാണ് പോൾ ട്രാക്കർ കൊടുക്കുന്നത്. അതായത് ഒരു സീറ്റ് മാത്രമേ പോൾ ട്രാക്കർ കൊടുക്കുന്നുള്ളൂ. വോട്ട് ശതമാനത്തിലും വലിയൊരു ഇടിവ് ഈ പറയുന്ന തോതിൽ LDFന് കാണപ്പെടുന്നു. 38% വോട്ടുകൾ LDF, INC 45, BJPക്ക് 15% എന്നുള്ള കണക്കാണ് പോൾ ട്രാക്കർ കൊടുക്കുന്ന ആ ഒരു കണക്കെന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം ജനുവരിയിൽ പുറത്തു വന്ന മറ്റൊരു സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ, അതായത് വോട്ട് വൈബിൻ്റെ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ CPIMന് 29% അവർ കൊടുത്തിരുന്നത്, INCക്ക് 32%, BJPക്ക് ഏകദേശം 20% വോട്ടും വോട്ട് വൈബ് സർവേ റിസൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി LTV ന്യൂസ് നൽകിയ സർവേ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം വന്ന സർവേ റിസൾട്ടുകൾ എന്ന് പറയുന്നത് CPIMന് 53 സീറ്റുകൾ, INCക്ക് 79 സീറ്റുകൾ, അതേസമയം BJPക്ക് 8 സീറ്റുകളായിരുന്നു. ചുനായി സർവേ റിസൾട്ട് കഴിഞ്ഞ മാസം പുറത്തു വന്നത് 53 സീറ്റുകൾ CPIMന്, 82 സീറ്റുകൾ INCക്ക്, 2 സീറ്റുകൾ BJPക്ക് എന്നുള്ള കണക്കായിരുന്നു. അപ്പോൾ മാറിയും തിരിഞ്ഞുമാണ് സർവേ റിസൾട്ടുകളുടെ ഒരു കണക്കെന്ന് പറയുന്നത്. അതിൽ തന്നെ തീർച്ചയായിട്ടും LDFന് അടിപതറുമെന്ന് തന്നെയാണ് വന്ന എല്ലാ സർവേയും ഒരുപോലെ പറയുന്നത്. INC നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നു, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് പറയുന്നു, പലതിലും പല സീറ്റുകൾ കണക്കാണ് പറയുന്നത്. 1 പറയുന്നു, 2 പറയുന്നു, 8 പറയുന്നു, 4 പറയുന്നു, അങ്ങനെ പല രീതിയിൽ വോട്ട് ശതമാനവും വളരെ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ പല സർവേകളും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു വലിയ അട്ടിമറി പ്രതീക്ഷിക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് പുറത്തു വന്ന മിക്ക സർവേ റിസൾട്ടുകളും വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ സർവേ റിസൾട്ടുകളാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ എന്ത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ തോതിൽ ഒരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയാണ് വരുന്ന ഒരു റിസൾട്ട് എങ്കിൽ തീർച്ചയായിട്ടും LDFന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. അതിനെ മറികടക്കാനായിട്ട് LDFന് സാധിക്കുമോ? കാരണം കേരളം മാത്രമാണ് ഇപ്പോൾ ഒരു പിടിവള്ളിയായിട്ട് LDFന് നിലനിൽപ്പുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്. അവിടെയും കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആകപ്പാടെ ഇന്ത്യയിലൊട്ടാകെ ഭരണമില്ലാത്ത തരത്തിലോട്ട് LDF ഇടതുപക്ഷം മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഉണ്ടാകുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി നൽകുന്നതാണ് ഈ സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെയും എന്നുള്ളത് എടുത്തു പറയണം. UDFന് ഏറെ പ്രതീക്ഷ നൽകുന്ന സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം ആയാലും അവർക്കും പ്രതീക്ഷയുണ്ടാക്കുന്ന സർവേ റിസൾട്ടുകൾ തന്നെയാണ്. അക്കൗണ്ട് തുറക്കുമെന്നും സീറ്റുകൾ പലതരത്തിൽ പറയുന്നുണ്ട്. അത് 1 തൊട്ട് 8 വരെയും പറയുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ പലതും വന്നിട്ടുണ്ട്. വോട്ട് ശതമാന കണക്കായാലും പല രീതിയിൽ പല തരത്തിലുള്ള അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പല സർവേ റിസൾട്ടുകളും പറയുന്നുണ്ട്. എന്തായാലും സർവേ റിസൾട്ടുകളെ പോലെ തന്നെ സംഭവിക്കുമോ, അതല്ല കേരളത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ, കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകുമോ, കേരളത്തിൽ ഒരു 3ാം മുന്നണി ശക്തി പ്രാപിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ? കാത്തിരുന്ന് തന്നെ കാണണം എന്ത് തരം മാറ്റമാണ് കേരള ജനത ആഗ്രഹിക്കുന്നതെന്ന് അറിയാനായി.